നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പല്ലി പതനം അഥവാ സരടി പതനം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അതിൽ ഓരോ നക്ഷത്രത്തിലും പല്ലി പതിച്ചാലുള്ള ഫലങ്ങളെയാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിൻ്റെ മറ്റൊരു ഫലരീതിയാണ്. ഇന്ന് വാരഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള പല്ലി പതനം എന്ന ശകുനശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഗ്രന്ഥത്തിലെ സംസ്കൃത ശ്ലോകവും അതിന്റെ അർത്ഥങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പല്ലി ശരീരത്തിൽ വീഴുന്നത് ഒരു സാധാരണ സംഭവമല്ല. നമ്മളുടെ വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങളിലെ ദൈവം നൽകുന്ന സൂചനയാണ് പല്ലി പതനം എന്നാണ് നമ്മുടെ പുരാതനമായിട്ടുള്ള ഒരു വിശ്വാസം. അത് ഓരോ നക്ഷത്രത്തിലും പല്ലി പതിച്ചാലുള്ള ഫലത്തെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് പറയുന്നത് ഓരോ വാരത്തിലും പല്ലി പതിച്ചാലുള്ള ഫലങ്ങളെയാണ്. ഏത് ദിവസത്തിലാണ് പല്ലി പതിക്കുന്നത് എന്നതും ഫലനിർണയത്തെ സ്വാധീനിക്കുന്നു. വാരപ്രകാരം സരടി പതന ഫലത്തെ നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. സോമേ ബുധേ ഗുരൗ ശുക്രൗ ധനലാഭ പ്രജായതേ ഭാനൗ ഭൗമൗ തഥാ മന്ദേ ധനഹാനി പ്രജായതേ. അതായത് തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങൾ ശുഭവാരങ്ങളാണ്. ആ ദിവസങ്ങളിൽ പല്ലി ശരീരത്തിൽ വീണാൽ ധനലാഭമുണ്ടാകും അഥവാ നേട്ടമുണ്ടാകും എന്നർത്ഥം. ഭാനു അഥവാ ഞായർ, ഭൗമൻ അഥവാ ചൊവ്വ, മന്ദൻ അഥവാ ശനി എന്നീ ദിവസങ്ങളൊക്കെ പാപവാരങ്ങളാണ്. അതായത് പാപഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ് എന്നർത്ഥം. ആ ദിവസങ്ങളിലൊക്കെ പല്ലി ശരീരത്തിൽ വീണാൽ ധനനഷ്ടം ഉണ്ടാകും. അതായത് സാമ്പത്തികമായി നഷ്ടം സംഭവിക്കാം എന്നതിന്റെ സൂചനയാണത്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ദോഷങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ വേണ്ട പ്രിക്കോഷൻ എടുക്കുക. അതായത് ധനനഷ്ടം ഉണ്ടാകാൻ സാഹചര്യമുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ ശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രയോജനം. ഇത് വെറും അന്ധവിശ്വാസമായി കണക്കാക്കുന്നവരുണ്ട്. അത്തരക്കാർക്ക് അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു കൊണ്ടുപോകാം. വിശ്വസിക്കുന്നവർ ഇതിനു വേണ്ടിയിട്ട് പരിഹാരം ചെയ്യുക, നമ്മളുടെ ജീവിതത്തെ ആ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ചില ദിവസങ്ങൾ ഭാഗ്യത്തിനും ചിലത് പരീക്ഷണത്തിനും സൂചന നൽകുന്നു. സോമ, ബുധ, ഗുരു, ശുക്ര ഇവയെല്ലാം ശുഭഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ്, ശുഭദിനങ്ങളാണ് എന്നാണ് ജ്യോതിഷപ്രകാരം നാം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ പല്ലി ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞാൽ അത് ശുഭഫലത്തെ നൽകുന്നത്. അതേസമയം ഭാനു, മന്ദൻ, ഭൗമൻ അതായത് സൂര്യൻ, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ്, പാപവാരങ്ങളാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ പല്ലി ശരീരത്തിൽ പതിച്ചാൽ കഠിന ഫലങ്ങൾ ലഭിച്ചേക്കാം. അത്തരത്തിൽ നമുക്ക് അനിഷ്ടകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അത് നഷ്ടഫലത്തെ സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം ശകുനശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയ വിശ്വാസങ്ങളാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതൊന്നുമല്ല. ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇവിടെ സംവിധാനങ്ങളുമില്ല, ആർക്കും താല്പര്യവുമില്ല. നമ്മളുടെ ശാസ്ത്രങ്ങൾ സത്യങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ്. ഇത് ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പാരമ്പര്യജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. വിശ്വസിക്കാവുന്നവർ വിശ്വസിക്കുക, അല്ലാത്തുള്ളവർ തള്ളിക്കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ അറിവ് ലഭിക്കാനായി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.